Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the Fourier sine transform of f of x is equal to x square if 0 less than x less than 1. 0 if x greater than 1. ഡിസംബർ 2019 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിൽ സ്റ്റുഡൻസ് കൊണ്ട് ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Fourier sine transform ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ fs of x Fourier sine transform. എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് 2 by pi integral 0 to infinity f of x sin sx dx. That is root of 2 by pi. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to 1 ന്റെ ഫംഗ്ഷന്റെ വാല്യൂ x സ്ക്വയർ ആണ്. ഇൻ ഓൾ അതർ കേസ് ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 0 to 1 f of x എന്ത് എഴുതാം? x സ്ക്വയർ sin sx dx. All other cases function value will be 0. അപ്പോൾ 0 to infinity എന്നുള്ള ലോവർ ലിമിറ്റ് 0 ആയി അപ്പർ ലിമിറ്റ് 1 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഇനി നമുക്ക് അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ x സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, sin sx സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 by pi x സ്ക്വയർ ഇൻടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ആദ്യം നമ്മൾ പ്ലസ് ആണ് എടുക്കുന്നത് sin sx ന്റെ ഇന്റഗ്രൽ. എന്താണ് sin sx ന്റെ ഇന്റഗ്രൽ? മൈനസ് cos sx by s. Minus cos sx by s minus the derivative of first function x square derivative എന്താണ്? 2x. Then minus cos sx by s എന്താണ്? Minus sin sx by s square. Minus sin sx by s square. Then plus 2 into ഇവിടെ minus sin sx ഇവിടെ ഒരു മൈനസ് ഉണ്ട്. sin sx ന്റെ ഇന്റഗ്രൽ എന്താണ്? Minus cos sx by s square by s cube. Lower limit 0, upper limit 1. Integration part കഴിഞ്ഞു. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 by pi ഇവിടെ അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ കിട്ടും നമുക്ക് 1 into minus 1 into cos s divided by s. x 1 കൊടുത്തു 1 into minus 1 into cos s by s. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി 2 into 1, then sin s divided by s square. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി x ന് നമ്മൾ 1 കൊടുത്തു. അപ്പോൾ 2 into sin s by s സ്ക്വയർ വരും. ഞാൻ അടുത്ത കേസിൽ എന്താണ്? 2 മൈനസ് ആണ്, പ്ലസ് ആവും 2 into cos s by s. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ ടേമിൽ x ന് 1 കൊടുത്തു, 1 into minus 1 cos s by s. then രണ്ടാമത്തേല് മൈനസ് പ്ലസ് ആയി 2 into 1 into sin s by s സ്ക്വയർ. മൂന്നാമത്തേല് 2 cos s by s. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ x ന് 0 കൊടുക്കും. ആദ്യത്തെ ടേം 0 ആയി, രണ്ടാമത്തെ ടേം 0 ആയി. മൂന്നാമത്തെ ടേം എന്താണ്? ഇവിടെ 2 മൈനസ് ഉണ്ട്, അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ 2 by s cube. 2 by s. Therefore, fs of s Fourier sine transform is equal to root of 2 by pi ഇവിടെ മൈനസ് cos s by s ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേം എന്താണ്? 2 sin s by s സ്ക്വയർ. മൂന്നാമത്തെ ടേം എന്താണ്? 2 cos s by s ക്യൂബ്. അടുത്ത ടേം എന്താണ്? മൈനസ് 2 by s. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? Fourier sine transform is equal to minus cos s by s plus 2 sin s by s സ്ക്വയർ plus 2 cos s by s ക്യൂബ് minus 2 by s ക്യൂബ് എന്നാണ് നമുക്ക് അവസാനം ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ. ഇവിടെ Fourier sine transform ആണ് കണ്ടുപിടിക്കേണ്ടത്. Fourier sine transform കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? fs of x is equal to root of 2 by pi integral 0 to infinity f of x sin sx dx. ഇവിടുത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തെങ്ങനെയാണ്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to 1 ന്റെ ഫംഗ്ഷന്റെ വാല്യൂ x സ്ക്വയർ ആണ്. ഇൻ ഓൾ അതർ കേസസ് ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ 0 to 1 ൽ x സ്ക്വയർ കൊടുക്കുന്നു. അതിനുശേഷം ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നത്. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, then പ്ലസ്, ആൾട്ടർനേറ്റീവ്ലി പ്ലസ് ആൻഡ് മൈനസ്.
അങ്ങനെ നമ്മൾ ജനറൽ റൂൾ വെച്ച് ഇന്റഗ്രേഷൻ ചെയ്ത ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? √2 മൈനസ് cos s by s പ്ലസ് 2 sin s by s സ്ക്വയർ പ്ലസ് 2 cos s by s ക്യൂബ് മൈനസ് 2/s ക്യൂബ് എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇത് ഏത് വർഷം ചോയ്സ് ആണ്? ഡിസംബർ 2019 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിൽ സ്റ്റുഡൻസിനോട് ചോദിച്ചാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.